അവിസ്മരണീയം, അത്ഭുതം, വിശ്വസനീയം ഈ സംഭവം. ഇതാദ്യമായി മൻ കി ബാത്തിലൂടെ മാത്രം ജനങ്ങളോട് സംസാരിക്കുന്ന മോദി മണിപ്പൂർ വിഷയത്തിൽ വാ തുറന്നിരിക്കുന്നു. ഒരു വർഷമായി കത്തിനീറിയ മണിപ്പൂർ, വെന്തുവെണ്ണീറായ ജനജീവിതങ്ങൾ, കണ്ണുമടച്ച് വാ മൂടിയിരുന്ന പ്രധാനമന്ത്രി ഇതായിരിക്കണം വോട്ട് ചെയ്യാൻ പോകുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ കോറിയിടേണ്ട ചിത്രം. ഇന്നും കലാപം അടക്കി വാഴുന്ന മണ്ണിനെ കുറിച്ച് മോദി പറഞ്ഞത് സർക്കാരിന്റെ സംയോജിതമായ ഇടപെടൽ മണിപ്പൂരിന്റെ സ്ഥിതി മെച്ചപ്പെടുത്തി എന്നാണ്. ഏത് സർക്കാർ, എന്ത് മെച്ചമാണ് അവിടെ പ്രധാനമന്ത്രി കണ്ടതെന്നറിയില്ല. ലോകത്തിന് മുന്നിൽ രാജ്യം തലകുനിച്ചു പോയ നിമിഷം. തെരുവിലൂടെ വണ്ടിക്കാളെ നയിക്കുന്നത് പോലെ വിവസ്തരാക്കിയ രണ്ട് കുങ്കി സ്ത്രീകളെ നയിച്ചു കൊണ്ടുപോകുന്ന മെയ്തി പുരുഷന്മാർ. അവിടുത്തെ നിയമസഭയിൽ 40% കൈക്കലാക്കി വെച്ചിരിക്കുന്ന ഉന്നത കുലജാതിയിൽപ്പെട്ടവർ. അവർ തന്നെ അവർക്കെതിരെ നടപടിയും സംയോജിതമായ ഇടപെടലും നടത്തിയെന്ന് പറയുന്നതിന് പിന്നിലെ ഔചിത്യം എന്താണ്? അതിന് പിന്നിലെ ഒരൊറ്റ കാരണം മണിപ്പൂർ കലാപത്തിൽ BJP സർക്കാർ കത്തിയമരുമെന്ന ഭയം, അത് മാത്രമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയോജിതമായ ഇടപെടൽ മൂലം സംഘർഷഭരിതമായ മണിപ്പൂരിൽ പ്രകടമായ പുരോഗതി ഉണ്ടായെന്നാണ് പ്രധാനമന്ത്രിയുടെ വിലയിരുത്തൽ. 2023 മെയ് 3 ആരംഭിച്ച കലാപം ഈയൊരു മാസം കഴിഞ്ഞാൽ കലാപത്തിന് ഒരാണ്ട് തികയും. ഈ കാലയളവിൽ എത്ര പേരവിടെ കൊല്ലപ്പെട്ടുവെന്നും എത്ര സ്ത്രീകൾ പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്നുമുള്ള വ്യക്തമായ ഔദ്യോഗികമായ കണക്ക് പുറത്തുവിടാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? അതിന്ന് പുറത്തു വന്നിരുന്നെങ്കിൽ പുരോഗമനവാദങ്ങൾ മണിപ്പൂരിൽ നിങ്ങൾ ഒരിക്കലും ഉന്നയിക്കില്ലായിരുന്നു. മണിപ്പൂരിലെ സ്ഥിതിഗതികളെ കുറിച്ച് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് കഴിഞ്ഞ വർഷം BJP സർക്കാരിനെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിട്ടുകൂടി ഒരക്ഷരം പ്രതികരിക്കാത്ത നിങ്ങളാണോ ഇതിനെക്കുറിച്ച് ഞാൻ ഇതിനകം പാർലമെന്റിൽ സംസാരിച്ചിട്ടുണ്ടെന്നും സംഘർഷം പരിഹരിക്കുന്നതിനായി ഞങ്ങളുടെ മികച്ച ഭരണ സംവിധാനം പ്രയോഗിച്ചു എന്നും പറയുന്നത്? സംഘർഷം അതിന്റെ മൂർധന്യത്തിലായിരിക്കുമ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മണിപ്പൂരിൽ തങ്ങുകയും സംഘർഷം പരിഹരിക്കാൻ സഹായിക്കുന്നതിനായി വിവിധ തൽപരകക്ഷികളുമായി 15-ൽ-അധികം മീറ്റുകൾ നടത്തുകയും ചെയ്തുവെന്നാണ് പറയുന്നത്. എന്നിട്ട് എന്ത് മാറ്റമാണ് ഉണ്ടായതെന്ന് ഇന്നും മനസ്സിലാവുന്നില്ല. ഇന്നും നിർത്താത്ത കലാപം തുടരുകയല്ലേ? ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിന് വരെ പിന്തുണയും അഭിപ്രായവും പറഞ്ഞ നിങ്ങൾക്ക് മണിപ്പൂരിനെ കുറിച്ച് പറയുവാനോ അവിടം സന്ദർശിക്കുവാനോ സമയമോ മനസ്സോ ഉണ്ടായില്ല. മണിപ്പൂരിൽ കലാപം നടക്കുമ്പോൾ മോദി ഉറങ്ങുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴേക്കും മോദി ഉണർന്നു, കണ്ണു തുറന്നു, മണിപ്പൂരിനെ കണ്ടു. കാഴ്ചയിൽ ബലികളായവരെയും ഇരകളായവരെയും കണ്ടില്ല. പകരം കണ്ടത് പുരോഗമനവും വികസനവും മാത്രം. ദുരിതാശ്വാസ പുനരധിവാസ പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. BJPയുടെ കയ്യാളായ മേധികൾക്ക് കൊടുക്കുന്ന പണത്തെ ഞങ്ങൾ വിളിക്കുന്നത് ദുരിതാശ്വാസം എന്നല്ല, ഒരു ജനതയെ ഇല്ലാതാക്കിയതിന് നൽകുന്ന ഗുണ്ടാപ്പണം എന്നാണ്. പിന്നെ മണിപ്പൂരിലെ കുറിച്ച് മോദി ഒരു വട്ടം സംസാരിച്ചിരുന്നു. ഇതായിരുന്നു ആ വാക്കുകൾ: 52ാം സംസ്ഥാന രൂപീകരണം ആഘോഷിക്കുന്ന മണിപ്പൂരിന് എന്റെ ആശംസകൾ. മണിപ്പൂർ ഇന്ത്യയുടെ പുരോഗതിക്ക് ശക്തമായ സംഭാവന നൽകി. സംസ്ഥാനത്തിന്റെ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും ഞങ്ങൾ അഭിമാനിക്കുന്നു. വെടിയുണ്ടകളും വെടിവച്ചുകൾ കൊണ്ടും ചോരയിൽ തീർത്തൊരു കലാപമാണോ നിങ്ങൾക്ക് അവർ നൽകിയ സംഭാവനയായി കണ്ടത്? എരിഞ്ഞു തീർന്നൊരു സംസ്ഥാനത്തെ നോക്കി പുച്ഛിച്ച് ചിരിച്ചൊരു പ്രധാനമന്ത്രി, അതാണെന്ന് മോദിക്ക് മണിപ്പൂർ നൽകുന്ന പട്ടം.